SIR-ൻ്റെ ഒരു ആശങ്ക നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അത് പോകുന്നു പേടി എന്നുള്ളത്. ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ആ ലിസ്റ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇനി എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യാൻ കഴിയുക? ഈ പറയുന്നത് പോലെ ആശങ്ക ഇനിയും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? നിലവിൽ ഈ SIR-മായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകൾക്കും കാരണം അതിൻ്റെ ഒരു അറിവില്ലായ്മയാണ്. SIR-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരട് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റിൽ പേരില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും എന്നതാണ് ആശങ്ക. അതുപോലെ തന്നെ പേരില്ലാത്ത ആളുകൾ ഒരുപക്ഷെ ഇത് എൻ്റെ പൗരത്വത്തെ ബാധിക്കുമോ, അതല്ലെങ്കിൽ CAA-യുമായി ഇത് ബന്ധമുണ്ടോ, ഇനി എന്തെങ്കിലും പുതിയ നിയമങ്ങൾ വന്ന് ഞാൻ എൻ്റെ രാജ്യത്തു നിന്ന് നീക്കം ചെയ്യപ്പെടുമോ എന്നുള്ള തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ഭയപ്പാടൊക്കെയാണ്. കാരണം പൗരത്വ ബില്ല് വരുന്ന സമയത്തുണ്ടായ സെയിം അല്ലേ? അതെ അതെ, ആ പൗരത്വ ബില്ല് പോലെയാണ് ഇത് എന്നുള്ള മനസ്സിലാക്കലാണ്. ഈ SIR എന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ്. ഭാഗ്യവശാൽ ഇവിടെ നടന്നിട്ടുള്ളത് 2002 അല്ലെങ്കിൽ വളരെ മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിന് ഈ SIR തിടുക്കത്തിൽ നടപ്പിലാക്കുന്നു എന്നതാണ് ഒരു ചോദ്യം. ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് ഇപ്പോൾ നടത്തുന്നത് എന്തിന്? കാരണം ഇത് നടപ്പിലാക്കുന്ന ആളുകളോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഈ ഭയത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ആശങ്കകൾക്ക് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. എന്നാൽ നമ്മൾ SIR-നെ കുറിച്ച് മനസ്സിലാക്കുക. SIR ഒരു ക്ലീനിങ് പ്രോസസ്സ് തന്നെയാണ്. ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് അനർഹരായവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, നമുക്ക് ലിസ്റ്റ് ഉണ്ടോയെന്ന് വളരെ ഈസി ആയിട്ട് പരിശോധിക്കാം. SIR 2025 അല്ലെങ്കിൽ 2026 അങ്ങനെ പരിശോധിക്കാം. അല്ലെങ്കിൽ ഇലക്ട്രൽ സെർച്ചിൽ നിന്ന് ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ എപ്പിക് നമ്പർ, ഇലക്ഷൻ ഫോട്ടോ ID കാർഡ് നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ഒക്കെ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് പരിശോധിക്കാം. ഈ പരിശോധിച്ച ശേഷം അതിലില്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത ആളുകളൊക്കെ അതിലുണ്ട് എന്നാണ് ഒരു ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അഥവാ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിശ്ചിത സമയം, ഇപ്പോൾ ഇന്ന് മുതൽ ഫെബ്രുവരി 21 ഈ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിന് മുമ്പ് ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു മാസം സമയം നമുക്ക് പരാതി കൊടുക്കാനൊക്കെ ഉള്ള സമയമാണ്. അങ്ങനെ സമയത്ത് വേണമെങ്കിൽ അങ്ങനെ പരാതി കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താനൊക്കെ കഴിയും. കാരണം ഇങ്ങനെയുള്ളവരെ അവർ തന്നെ നമ്മളെ അറിയിക്കും. അപ്പോൾ എന്യൂമറേഷൻ കൊടുത്ത ആളുകളൊക്കെ ഉണ്ട്. ആർക്കാണ് ഭയം? എന്യൂമറേഷൻ ഫോം കിട്ടാത്ത ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലിസ്റ്റിൽ എങ്ങനെ കയറും എന്നതാണ് ആളുകളുടെ ഭയം. യാതൊരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരു ഇന്ത്യൻ പൗരനാണ്. ഇവർ പറഞ്ഞ രേഖകളൊക്കെ തന്നെ, ഒന്നിലധികം രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. ഏത് സമയത്തും ഇതിലില്ലാത്ത ആളുകൾ ഫോം 6 ഉപയോഗിച്ച് സാധാരണക്കാർക്ക് ഇതിനകത്ത് പ്രവേശിക്കാം. അതുപോലെ ഫോം 6A ഉപയോഗിച്ച് പ്രവാസികൾക്കും ഇതിനകത്ത് പ്രവേശിക്കാം.